നമുക്ക് പുതിയൊരു ആക്ടറിനെ നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോഴും അതിനുശേഷം ഫഹദിലാണ്. കാരണം അതുവരെയുള്ളവർ പെർഫോമൻസും പ്രൊഫഷൻപരമായിട്ടൊക്കെ അവർ ചെയ്യുന്നുണ്ടെങ്കിലും പുതിയൊരു മെത്തേഡ് നമ്മൾ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ പുതിയ ഒരു വേറൊരു മികച്ച നടന്മാരെയല്ല നമ്മൾ നോക്കുന്നത്, നെക്സ്റ്റ് നടനെയാണ്, നെക്സ്റ്റ് സ്റ്റൈലാണ് നമ്മൾ നോക്കുന്നത്. അത് ഇപ്പോൾ അത് ആദ്യം ചെയ്യുന്ന പടത്തിൽ നമ്മളത് കണ്ടിട്ടില്ല. പക്ഷെ പിന്നെ ചാപ്പ കുരിശിലേക്കൊക്കെ വരുമ്പോഴേക്കും ഫഹദായതുകൊണ്ടാണ് പെർഫോം ചെയ്യണം. മറ്റേത് ഒരു ആക്ടർ എന്താണോ ഇതിനു മുന്നേ ചെയ്തത് അതിനെ തന്നെ ചെയ്യുന്നതാണ്. അതന്നെയാണ് ബാക്കിയുള്ള ആക്ടേഴ്സിൽ നമ്മൾ അധികം കാണുന്നത്. അതല്ലാതെ അവൻ്റേതായ ദേഷ്യവും അവൻ്റേതായ റൊമാൻസും അവൻ്റേതായ ചിരിയും ഒക്കെ കാണാൻ തുടങ്ങിയത് ചാപ്പ കുരിശിലിന് ശേഷമാണ്. അപ്പോഴാണ് അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് കോൺഫിഡൻ്റ് ആയത് നമ്മൾ മമ്മൂക്കേനെ മോഹൻലാലിനെ പോലെ ഇരിക്കണം എന്നില്ല. നമ്മൾ നമ്മളായിട്ട് ഇരുന്നുകൊണ്ട് നമ്മുടെ ദേഷ്യങ്ങളും നമ്മുടെ സങ്കടങ്ങളുമാണ് കാണിക്കേണ്ടത്. അപ്പോഴാണ് നെക്സ്റ്റ് നടൻ ഉണ്ടാവുള്ളൂ. അത് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഫഹദിന്റെ പെർഫോമൻസ്. ചാപ്പാക്കുരിശിൽ വർക്ക് ചെയ്യുന്ന സമയത്തെ സ്ക്രീനിൽ സിനിമ കാണുമ്പോഴല്ല, അഭിനയിക്കുന്ന സമയത്തും ആ ഒരു സ്പാർക്ക് ഫീൽ ചെയ്തിരുന്നു. കാരണം നമ്മൾ സാധാരണ ചൂടാവണത് മമ്മൂക്കാനെ പോലെ സുരേഷ് മോഹൻലാലിനെ പോലെയാണ് അഭിനയിക്കുന്നത്. അപ്പം അതല്ല വേണ്ടത്, തന്നെ പോലെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് എൻ്റെ ഒരു ഐഡിയ കിട്ടുന്നതാ. എല്ലാ ആക്ടേഴ്സും ആദ്യം മുന്നേ ഉണ്ടായ ആക്ടേഴ്സിനെ അനുകരിക്കുകയാണ് ചെയ്യുക ആദ്യം വരുമ്പോൾ. ഞാനും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ രൂപഘടന ഇല്ലാത്തതുകൊണ്ടാണ് തിരിച്ചറിയാത്തത്. പിന്നീട് നമുക്കൊരു പോയിന്റിലെത്തുമ്പോൾ മനസ്സിലാവും നമ്മൾ നമ്മളെപ്പോലെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അത് ഈ പറയുന്ന എല്ലാ ആക്ടേഴ്സും അവരുടെ മുന്നേ ഉള്ള ആക്ടേഴ്സിനെ ആയിരിക്കും അനുകരിച്ചിട്ടുണ്ടാവുക. അതാണല്ലോ അഭിനയം ആദ്യം. നമ്മൾ ആദ്യം കണ്ണാടി മുന്നിൽ ചെയ്യുമ്പോഴും മോഹൻലാലും മമ്മൂക്കയൊക്കെ തന്നെയാണ് വരുന്നത്. ഒരുവിധ ആൾക്കാർക്കൊക്കെ മോഹൻലാലാണല്ലോ വരിക.